KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നയിക്കുന്ന ജെൻസി കണക്ട് യാത്ര ഇതാ കൊച്ചിയിലെത്തിയിരിക്കുന്നു. യാത്രയുടെ ഭാഗമായുള്ള ജെൻസി വാക്ക് നടക്കുകയാണ്. 2026 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്റ്റുഡൻസ് മാനിഫെസ്റ്റോ തയ്യാറാക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര ഈ മാസം 28-നാണ് തിരുവനന്തപുരത്ത് സമാപിക്കുക. ഷബാസ് അഹമ്മദ് ആണ് ചേരുന്നത്. ഷബാസ്, KSUവിന്റെ ഈ യാത്രയുടെ ലക്ഷ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ജെൻസി പിള്ളേരെ കയ്യിലെടുക്കാൻ KSU എന്തൊക്കെ തന്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നത്? വിനിത, KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ നടത്തുന്ന ജെൻസി കണക്ട് യാത്ര കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് KSU ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളെ നേരിൽ കണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. ജെൻസി കണക്ട് യാത്രയുടെ ഭാഗമായി ഇപ്പോൾ കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്ന് തുടങ്ങിയ ജെൻസി വാക്കാണ് നമ്മൾ കാണുന്നത്. വിദ്യാർത്ഥികളുടെ നിർദ്ദേശങ്ങളും അവരുടെ മുദ്രാവാക്യങ്ങളും ഒക്കെയാണ് ഈ പ്ലക്കാർഡുകളായി പിടിച്ചിരിക്കുന്നത്. ഈ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ തന്നെ ഈ ബിരുദ വിദ്യാർത്ഥികളുടെ വേഷം ധരിച്ചുകൊണ്ടാണ് ഈ ജെൻസി വാക്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ജെൻസി കണക്ട് യാത്ര കൊച്ചിയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ? ജെൻസി കണക്ട് യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് എറണാകുളത്ത് എത്തുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് കേരളത്തിലെ മുഴുവൻ പുതുതലമുറ നിരാശരാണ്. ഈ പുതുതലമുറയുടെ പ്രതീക്ഷകളെ കരിച്ചു കളഞ്ഞൊരു സർക്കാരാണ് കേരളത്തിലുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ നാട് വിട്ട് വിദേശ രാജ്യത്തേക്ക് പലായനം ചെയ്യുമ്പോഴും ഇവിടുത്തെ സർക്കാർ മൂകസാക്ഷികളായി ഇവിടെ നിൽക്കുകയാണ്. ഇവിടുത്തെ പുതിയ തലമുറയുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ, തൊഴിലാവശ്യങ്ങൾ, അവരുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കാത്തൊരു സർക്കാരായി പിണറായി വിജയൻ സർക്കാർ മാറുമ്പോൾ പുതുതലമുറയുടെ അണപൊട്ടിയൊഴുകുന്ന പ്രതിഷേധമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ പോയ കഴിഞ്ഞ 8 ജില്ലകളിലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഈ ബിരുദവേഷം ധരിച്ചുകൊണ്ടുള്ള പ്രതിഷേധം എന്തുകൊണ്ടാണ്? കാരണം ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. തൊഴിൽ ലഭിച്ചാൽ തന്നെ കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് 5000, 10000 അല്ലെങ്കിൽ 15000. ലക്ഷക്കണക്കിന് രൂപ സ്വന്തം അധ്വാനം കൊണ്ട് പഠിച്ച് പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ഇവിടെ തൊഴിലില്ല. അപ്പോൾ തൊഴിലില്ലായ്മ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളാണ് ഇത്തരത്തിൽ ജെൻസി കണക്ട് യാത്രയിൽ ഉന്നയിക്കപ്പെടുന്നത്. ഷബാസ് അഹമ്മദ് അലോഷ്യസ് സേവ്യറുമായി സംസാരിക്കുകയായിരുന്നു.